അങ്ങനെ ഒരു വരി ആലോചിക്കാനേ, കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുന്നതാണ് കുടുംബം. അതിൻ്റെ അപ്പുറത്തൊരു വരി ആലോചിച്ചത് അതെങ്ങനെയായിരുന്നു? അതെ, നമ്മൾ നല്ല സ്നേഹത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും ജീവിക്കുന്നിടത്ത് നല്ലൊരു സന്തോഷം. ഇല്ലാത്തടത്തെന്നും ഡൈവേഴ്സ്, കൂട്ടയടി, ബഹളം. അപ്പം അതെൻ്റെ ഭാവനയിൽ ഒരു വാക്കാക്കി എടുത്തതാണ്. കൂടുമ്പോൾ ഇമ്പം ഉണ്ടെങ്കിൽ അത് കുടുംബമാണ്, ഇമ്പമില്ലാത്ത വഴക്കാണെങ്കിൽ ഭൂകമ്പം പോലെ പൊട്ടിത്തെറിയും ബഹളവും ആവും. ഇപ്പൊ ആളുകൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഈ കുറച്ച് ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ ആളുകളെ ഈ അവർ താഴെയുള്ള ജനറേഷനെ വിമർശിച്ചാലോ അല്ലെങ്കിൽ കുറച്ചുകൂടി പക്വമായുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് തന്തവൈബായി എന്ന് പറയുന്നൊരു പദമുണ്ട്. അച്ഛൻ ഈ തന്തവൈബ് എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താ ആ വാക്കിനോടുള്ള ഒരു പ്രതികരണം? അതായത് അധികാര പ്രയോഗത്തിൻ്റെ പദമാണ് തന്തവൈബ് എന്ന് വെച്ചാൽ, ഞാൻ പറയും നീ കേട്ടോണ്ടാകും, അതിന് പറയുന്ന തന്തവൈബ് അല്ലെങ്കിൽ തള്ളവൈബ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഫ്രണ്ട്സ് വൈബുണ്ട് മറ്റൊന്ന്. അപ്പം അതിങ്ങനെ കാലത്തിന്റെ ഫലമായിട്ട് അങ്ങ് വിടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഇൻലോസിനെ ശരിക്കും ഈ കല്യാണം കഴിയുന്ന ആളുകളെ എങ്ങനെ ഡീൽ ചെയ്യണ്ടേ? ഇൻലോസ് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം ഒരു കുടുംബ കേസ് ഇപ്പം കോടതി വരുവാണെങ്കിലേ 80% കാരണം ഭാര്യയുടെ അമ്മയും അപ്പനും അല്ലെ ഭർത്താവിൻ്റെ അമ്മയും അപ്പനുമാണ്. അതിൽ 65% പെണ്ണുങ്ങളുടെ അമ്മമാരാണ് അല്ലെങ്കിൽ ആണുങ്ങളുടെ അമ്മമാരാണ് പ്രശ്നം ഉണ്ടാക്കുക. അവർ മരിച്ചു പോയാൽ തന്നെ ആ കുടുംബം സമാധാനമായേനെ. അങ്ങനെ ഒത്തിരി കുടുംബം വെറുതെ പെണ്ണിനെ നശിപ്പിക്കുന്ന അമ്മ, മോനെ നശിപ്പിക്കുന്ന അമ്മ, അപ്പനപ്പൻ്റെ റോളില്ല. അപ്പം ഇതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് പരമാവധി അവരുടെ കൂടെ നിന്ന് മാറി നിങ്ങൾ ജീവിക്കാൻ പറയും ചെല്ലോടെ. എന്നാ പ്രായമല്ല അവരെ വിട്ട് ജീവിച്ചോ, ജീവിതം വേണമെങ്കിൽ വേണ്ടുന്ന കെയർ കൊടുക്കുക, ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ജീവിച്ചോണം, അങ്ങനെ പറഞ്ഞു കൊടുക്കും. പിന്നെ ചിലപ്പം പേരൻസിനെ വിളിച്ച് നിങ്ങളുടെ പെരുമാറ്റം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് അവർക്കും ഗൈഡൻസ് കൊടുക്കും. ഈ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ ഒരേപോലെ പറയുന്നൊരു പരാതിയാണ്, ഭർത്താവ് എപ്പോഴും ഈ അവരിൽ, അതായത് കല്യാണം കഴിഞ്ഞ സ്ത്രീയിൽ അവരുടെ അമ്മയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തു തരുന്നു, എൻ്റെ അമ്മ അങ്ങനെ ചെയ്തു തരുന്നു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് അമ്മയെ പോലെ തന്നെ ഒരാളെ കണ്ടുപിടിച്ചാൽ പോലെ എന്നുള്ളൊരു കോമൺ ചോദ്യം. ശരിക്കും ഒരു പുരുഷൻ കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീയിൽ അവരമ്മയെ തന്നെ പ്രതീക്ഷിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ലെങ്കിൽ അങ്ങനത്തെ അവസ്ഥ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിട്ട് എന്താ ശരിക്കും ഒരു കുടുംബം ചെയ്യേണ്ടത്? ഈ അമ്മയെ സ്നേഹിക്കാൻ കാരണം കുഞ്ഞുനാൾ മുതൽ ഏറ്റവും കൂടുതൽ നഷ്ടവും കഷ്ടവും ചെയ്യുന്നത് അമ്മ ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു അമ്മ ഫിഗർ മനസ്സിലുണ്ട്, അത് സ്വന്തമായിട്ട് പെണ്ണിലും അതുപോലെ പ്രതീക്ഷിക്കും. ആ കരുതലും ശ്രദ്ധ, സ്നേഹം, നഷ്ടം സഹിക്കലൊക്കെ അത് പ്രതീക്ഷിച്ചാണ് നോക്കുന്നത്. പക്ഷേ വിവേകമുള്ള ഒരു പുരുഷനെ സംബന്ധിച്ച് അത് പറയാൻ പാടില്ല, ആ വാക്ക് പറയാൻ പാടില്ല. കാരണം അമ്മയല്ല ഇവൾ വേറൊരു സംസ്കാരത്തിൽ, വേറൊരു കുടുംബത്തിൽ, പശ്ചാത്തലത്തിൽ വളർന്നു വന്നവളാണ്. അവൾക്ക് അവളുടേതായ പ്രത്യേകതയാണ്. ആ പ്രത്യേകത അംഗീകരിക്കാൻ ഭർത്താവ് തയ്യാറാവണം. അപ്പം വിവേകമാണെങ്കിൽ ഒരിക്കലും ഭാര്യ പറയല്ലേ എൻ്റെ അപ്പൻ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ അതുപോലെയാണ്, ഇവൻ പറയാം എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു പോലെ, പറ്റിയല്ല. അത് മനസ്സിലാക്കുക, അവരെങ്ങനെയാണ്, നല്ല വശമുണ്ടോ അത് കൊടുക്കാൻ പഠിക്കാൻ, അല്ലാണ്ട് വാക്കിലത് പറയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വൈകാരികത്തിൽ വലിയ മുറിവാകും. ഈ ഇണയായും തുണയായും നിന്റെ ഒപ്പം ഉണ്ടാവണം എന്ന് പറയുമല്ലോ. അപ്പം അതിൽ തന്നെ കീഴ്പ്പെട്ട് ജീവിക്കണം എന്നൊരു വരി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനെന്താ പറയുക, ആ വരിയെ തന്നെ ആളുകൾ വിമർശിച്ചിട്ടും അങ്ങനെയൊക്കെ ആളുകൾ സംസാരിക്കാറുണ്ട്, അങ്ങനെ കീഴ്പ്പെട്ട് ജീവിക്കേണ്ടതല്ല എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ സ്ത്രീകളുടെ ഒരു ഉന്നമനം വന്നപ്പോൾ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുറേ കൂടെ വിദ്യാഭ്യാസം ഉണ്ടായപ്പോൾ പുരുഷനൊപ്പം തന്നെ തുല്യമായിട്ടുള്ള ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അവകാശങ്ങളെ പറ്റിയിട്ടൊക്കെ ഇന്ന് അറിവുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് ഒരേ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരേ അറിവ്, ഇത് ദാമ്പത്യ ബന്ധങ്ങൾ ഉണ്ടാക്കുന്ന മാറ്റം ഏത് വിധത്തിലാണ്? അത് ഈ വിധേയത്വം പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഉദാഹരണം, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരു ഭർത്താവ് എന്തെങ്കിലും പറയുന്നതെങ്കിൽ അത് വിധേയത്വത്തോടെ ഭാര്യയെ സ്വീകരിക്കണം. വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ഭാര്യയാണ് നല്ല കാര്യം പറയുന്നതെങ്കിൽ ഞാനാ കിട്ടിയോ ഞാൻ തരില്ല, വിധേയത്വത്തോടെ സ്വീകരിക്കണം. ആത്മീയ കാര്യങ്ങൾ, ധാർമ്മിക കാര്യങ്ങൾ, കുടുംബപരമായ കാര്യങ്ങളൊക്കെ ഈ സമ്പത്തിൽ വരുമ്പോഴേ ഉള്ളൂ ഈ ക്ലാഷ്. അപ്പം ഒപ്പത്തിനൊപ്പം നേടുന്നു, എന്തിനാണ് ഞാൻ കീഴ്പ്പെടുന്നത്? അത് കാശിൻ്റെ തരത്തിലും വികാരത്തിൻ്റെ തരത്തിലുമാണ്. ഒരു സ്ത്രീ കീഴ്പ്പെട്ടാലേ കുടുംബം നിൽക്കുള്ളൂ. ആണുങ്ങൾ ചെയ്യുമ്പോൾ വാല് പഠിക്കാനേ പറ്റുള്ളൂ. വീടാക്കണ ഒരു പെണ്ണാണ്, ഒരമ്മയാണ്. അവളുടെ സാന്നിധ്യവും ഒരു സ്വയശൂന്യവൽക്കരണം ഉണ്ടെങ്കിലേ വീട് പിടിച്ചിരിക്കുന്നു. അത് ഓർത്തുകൊണ്ട് ഭാര്യമാർ വിധേയത്വം കാണിക്കണം, അങ്ങോട്ട് കാണിക്കണം. കാരണം വിധേയത്വം അത് ആണുങ്ങളുടെ അവകാശമല്ല, ഒരു സ്ത്രീ കാണിക്കുന്ന ഔദാര്യമാണ്, ഒരു സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആ രീതിയിൽ ആരും വിധേയത്വം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്യൂസ് ഒത്തിരി വരികയുള്ളൂ. അതേസമയത്ത് ആണുങ്ങളും ഓർക്കണം, കാലം മാറി. എൻ്റെ അമ്മ അപ്പനോട് കീഴ്പ്പെട്ടതുപോലല്ല, ഇന്ന് പുതിയ കാലം, പഠിത്തമുണ്ട്, അറിവുണ്ട്. അതുകൊണ്ട് ചില കാര്യം ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ അവനും ചെയ്യാൻ പഠിക്കണം. അങ്ങനെ വരുമ്പം
കുടുംബത്തിന് ഇഷ്യൂസ് തീരും. ഡിവോഴ്സ് കഴിഞ്ഞാൽ ജീവിതം ഡാമേജ് ആയി എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കാറുണ്ട് ഇപ്പോൾ. ഉണ്ട്. പക്ഷെ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ ജീവിതം ഉണ്ടെന്നുള്ള സംസാരവും ഇപ്പോൾ വരുന്നുണ്ട്. ഉണ്ട്. ഏറ്റവും അവസാന വാക്കായിട്ടാണോ ഡിവോഴ്സ് വെക്കേണ്ടത്? അതോ ഒത്തുചേരാൻ പറ്റാത്തവരെ പറഞ്ഞ് ഒത്തുചേർക്കുന്നതിൽ ശരിയുണ്ടോ? അതിൻ്റെ പ്രശ്നം ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റാണ് കുടുംബം. ഏത് ജാതി ഏത് മതത്തിലും കുടുംബം തകർന്നാൽ ആ സമൂഹം തകരും. ഉദാഹരണത്തിന് നല്ല അപ്പനമ്മ മക്കളാണോ അങ്ങനെ 10 കുടുംബം ഉണ്ടെങ്കിൽ ആ ദേശം നല്ലതാണ്. തമ്മിലെ പിണക്കവും വഴക്കവും ബഹളമാണെങ്കിൽ അതിൻ്റെ അലേടി സമൂഹത്തിലുണ്ടാകും. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് പിരിയുക എന്നുള്ളതിനുള്ള ഉപരിയായിട്ട് യോജിക്കാൻ പറ്റുന്ന മേഖലകൾ കണ്ടെത്തി സഹായിക്കാം. നമുക്ക് തമ്മിൽ എതിർക്കാൻ പറ്റുന്നതുകൊണ്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നതുകൊണ്ട് പൊരുത്തപ്പെടാൻ പറ്റുന്ന മേഖലയുടെ ബേസിൽ ഇണക്കണം. വിയോജിപ്പുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഈ അടുപ്പം അങ്ങനെ അടുത്തില്ലെങ്കിൽ മക്കളുടെ ജീവിതത്തെ ബാധിക്കും. ഡൈവോഴ്സ് നല്ല ഗൗരവത്തോടെ പോകാമെന്നൊക്കെ പറയും. പക്ഷേ ഈ കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് വിലയില്ല സമൂഹത്തിൽ. എല്ലാവരും അതൊക്കെ പറയും, ഭയങ്കര ഐഡിയോളജി പറയും. വിവാഹമോചനം നേടിയ സ്ത്രീയെ മറ്റൊരു പുരുഷൻ കാണുന്നത് വേറൊരു കണ്ണോടെയായിരിക്കും. വിവാഹമോചനം നേടിയ പുരുഷനെ സ്ത്രീകൾ കാണുന്നതും മറ്റൊരു കണ്ണോടെയാണ്. ഐഡിയോളജി പറഞ്ഞാലും ആക്ച്വൽ ലൈഫിൽ ഇതാണ് സംഭവിക്കുക. ഈ സമയം കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ് ഇപ്പോൾ ദമ്പതിമാരുടെ ഇടയിൽ പുതിയതായി കല്യാണം കഴിഞ്ഞിട്ട്. കാരണം പലർക്കും ഈ അമേരിക്കൻ ടൈമിലൊക്കെയാണ് ജോലി. ചില ആളുകൾക്ക് രാവിലെ ഷിഫ്റ്റ്, ചില ആളുകൾക്ക് രാത്രി ഷിഫ്റ്റ്, അങ്ങനെയൊക്കെയാണ് ഷിഫ്റ്റുകൾ അനുസരിച്ച്. ഈ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റാത്ത ദമ്പതിമാർ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയി വന്ന് ഒത്തുതീർപ്പാക്കിയ സംഭവങ്ങളുണ്ട്. ഒന്നാമത് ഈ സമയം ഉണ്ടായിട്ടും അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സമയം കൊടുക്കാത്തവരുണ്ട്. അവരെ നമ്മൾ പറഞ്ഞ് കറക്റ്റ് ചെയ്യും. മറ്റൊന്ന് ഇപ്പോഴത്തെ ജോലിയുടെ രീതിയിൽ ശനി ഞായറുണ്ടല്ലോ ഇവർക്ക് അവധി കിട്ടുക. അപ്പോഴെങ്കിലും ഒരു ഔട്ടിങ്ങോ ഒരു സിനിമയോ ഒരു ഹോട്ടലിലൊക്കെ പോയി പരമാവധി സമയം അടുത്ത് ചെലവഴിക്കാൻ പറയും. അത് യൂറോപ്പിൽ അമേരിക്കയിലൊക്കെ വിദേശത്ത് അങ്ങനെയാണ് വീക്കെൻഡ് സെലിബ്രേഷനുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ സിസ്റ്റത്തിൽ ആ രീതിയിലാണ് ജോലി പോകുന്നെങ്കിൽ ശനിയോ ഞായറോ ഒക്കെ ആയിട്ട് ഒരുമിച്ച് ഫാമിലിയോട് കൂടി ചിലവഴിക്കുന്ന ഒന്ന് ശരി 5 ദിവസം പണിയുക, 2 ദിവസം അങ്ങനെ ഇരിക്കുക. പിന്നെ അവൈലബിൾ ആകാൻ പറ്റുമെങ്കിൽ ഡെയിലി അല്പസമയം പറ്റുന്ന സമയം കൂടെ ഇരിക്കുക. എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റാവുന്ന പ്രശ്നങ്ങളെ കൊണ്ട് വലിയ വിപത്തുകൾ ഉണ്ടായിട്ടുള്ള കുടുംബങ്ങളുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ വന്നിട്ട് പ്രശ്നം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അപ്പൊ തന്നെ സോൾവ് ആക്കിയ സംഭവങ്ങളുണ്ട്? അതിനൊന്നും ഒരു സംഭവം ഉണ്ടാകില്ല, ഒരിക്കലും ഇല്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ 3-4 സിറ്റിങ്ങിൽ വിളിച്ചാലേ പറ്റുള്ളൂ. ചില ചെറിയ സൗന്ദര്യപ്പിഴക്കമൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന വിട്ടാൽ പിന്നെ അങ്ങ് തീരും. പ്രധാന ഇഷ്യൂസ് ആണെന്ന് വരിയിൽ 3-4 പ്രാവശ്യം വരണം. ഓരോ പ്രാവശ്യം നിങ്ങൾ 1 മാസം ഇങ്ങനെ നോക്ക്, പിന്നെ 1 മാസം നോക്ക്, കുറേ കഴിയുമ്പോഴത്തേക്ക് ഒരു ഫൈനൽ വാക്കിലൊക്കെ ആയതിനു ശേഷം നമ്മളങ്ങ് പറയും ഇങ്ങനെ ജീവിക്കാൻ പറയും. അങ്ങനെ വരുള്ളൂ. പിന്നെ ചിലത് പ്രമാദമായ കേസ് അച്ഛൻ കൈകാര്യം ചെയ്താൽ പോരാ, അത് കോടതി നിയമം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടു ഇഷ്യൂ ഉണ്ടായാലും ആര് പറഞ്ഞിട്ടാന്ന് വെച്ചാൽ പറയും അച്ഛൻ പറഞ്ഞില്ല, അത് കോടതി ചോദ്യം ചെയ്യാം. അങ്ങനെ പ്രമാദമായത് കോടതി വഴി ആ രീതിയിലേക്ക് തിരിച്ചു വിടും. നമുക്ക് താങ്ങാവുന്നത് നമ്മുടെ രീതിയിൽ ഗൈഡ് ചെയ്യും.